പാത്രത്തിൽ ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ ഒരു രഹസ്യ കൂട്ട് കഴിച്ച് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറ്റാം, പീരീഡ്സ് വയറുവേദന മാറ്റാം, ഇറഗുലർ പീരീഡ്സ് മാറ്റി റെഗുലർ ആക്കാം, അതിലുപരി നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാം. അപ്പോൾ എനിക്ക് കോമൺ ആയിട്ട് വരുന്നൊരു മെസ്സേജ് ആണ്, ചേച്ചി ഹെയർ ഗ്രോത്തിനകത്ത് ഈ ഒരു പാക്കും കാര്യങ്ങളും മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ, അതുകൂടാതെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. ആ ട്രൈ ചെയ്തൊരു ഐറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ ഫുഡ് ഐറ്റംസിൽ ഞാൻ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ആക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. വന്നിട്ട് എനിക്ക് കുറച്ചും കൂടി ഒന്ന് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടി. നിങ്ങൾക്ക് എൻ്റെ പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഹെയർ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എൻ്റെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും, പീരീഡ്സ് ടൈമിലുള്ള വയറുവേദനയൊക്കെ റെഡ്യൂസ് ചെയ്യാനും, സ്കിൻ ഇംപ്രൂവ് ചെയ്യാനും, ഫേസിൽ വരുന്ന ഭയങ്കരമായിട്ട് വരുന്ന പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എൻ്റെ കയ്യിലേക്ക് ഒരു ഐറ്റം വന്നിട്ട് നമുക്ക് ഫേസ് പാക്ക് ആയിട്ടും ഹെയർ പാക്ക് ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയറിൽ മാത്രമേ റിസൾട്ട് കിട്ടൂ, ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ മാത്രമേ റിസൾട്ട് കിട്ടൂ. പക്ഷെ ഇത് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്കൊരു ഫുൾ ബോഡിയിലാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത്. പ്രിപ്പയർ ആക്കുന്നതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമ്മളിത് ഡെയിലി നമ്മൾ കഴിക്കുവാണെങ്കിൽ, നമ്മുടെ ഫുഡിൽ നമ്മളിത് ഡെയിലി ഇത് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് വളരാനും, ഫേസ് നല്ലോണം പിമ്പിൾസും കാര്യങ്ങളൊക്കെ മാറ്റി നല്ലോണം ഗ്ലോ ആക്കാനും, നമ്മുടെ പീരീഡ്സ് വയറുവേദനയൊക്കെ പോക്കാനും, നമ്മുടെ ഒരു ഫുൾ ബോഡിക്കും പിന്നെ നമ്മുടെ ഐബ്രോസ് നല്ലോണം ഗ്രോ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത് വന്നിട്ട്. പിന്നെ പണ്ടുകാലത്ത് ആൾക്കാർ പറയാൻ കേട്ടിട്ടുണ്ട് ഇത് കഴിച്ചാൽ നമുക്ക് നല്ലോണം ഓർമ്മശക്തിയൊക്കെ വരുമെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇതിപ്പോഴൊന്നും റെഡിയാക്കി വെച്ചൊരു ഐറ്റം അല്ല, മീൻസ് ഇതിപ്പോ കണ്ടുപിടിച്ചൊരു ഐറ്റം അല്ല. ഇത് പണ്ടേ നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയ ഒരു ഐറ്റമാണ് നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന ഐറ്റം വന്നിട്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ തന്നെ, അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇൻഗ്രീഡിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിന് നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞ് പോയി റെഡിയാക്കാൻ നിൽക്കില്ല. ഇത് റെഡിയാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഇത് കഴിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലുപരി ഇത് ചിലവർക്ക് അലർജി ആയിരിക്കും. നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഫുള്ള് കേട്ടിട്ട് വേണം, ഇത് ചാടിക്കേറി ആരും പോയി പ്രിപ്പയർ ചെയ്യാൻ നിൽക്കില്ല. ഫുള്ള് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം, അതിനുള്ള സൊല്യൂഷൻ ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോയി ഫുഡൊക്കെ ഈ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്താണ് ഇതിനകത്തുള്ള ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ മെയിൻ ആയിട്ട് ഇതിൽ 3 ഐറ്റംസ് ആണ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി എടുക്കുന്നത്. 2 ഐറ്റംസ് ആണ് ഞാൻ കഴിക്കത്തുള്ളൂ, 3-മത്തെ സാധനം ഞാൻ കഴിക്കാറില്ല. എനിക്കത് ഒട്ടും ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. മീൻസ് എനിക്കത് കഴിക്കുന്നതിനുള്ള നമുക്ക് പ്രശ്നവും കാര്യങ്ങളല്ല, എനിക്കത് കഴിക്കാൻ കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. പക്ഷെ നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. ആൻഡ് ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ഈ ഒരു പാക്ക്, മീൻസ് പാക്ക് എന്ന് എപ്പോഴും പറഞ്ഞതായി പോകുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു രഹസ്യക്കൂട്ട് പ്രിപ്പയർ ആക്കാൻ നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടുന്നത് എള്ളാണ് നമ്മുടെ. അപ്പം ഈ ഒരു എള്ള് അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും, ഫേസ് നല്ലോണം ഗ്ലോയി ആയിട്ട് വെക്കാനും, നമ്മുടെ പീരീഡ്സ് വയറുവേദന മാറ്റാനും, നമ്മുടെ നെയിൽസ് നല്ലോണം ഗ്രോ ചെയ്യാനും, നമ്മുടെ ഐബ്രോസ് ഗ്രോ ചെയ്യാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. പക്ഷെ ഇത് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിങ്ങനെ കഴിക്കും കൂടെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എള്ളിനകത്ത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ വരുന്ന ഫ്രിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ തന്നെ റെഡ്യൂസ് ചെയ്യാനും, നമ്മുടെ സ്കിൻ നല്ലോണം ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അത് മാത്രമല്ല അതിനകത്ത് വിറ്റാമിൻ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ എള്ള് കഴിച്ചാൽ നമ്മുടെ സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യും. പിമ്പിൾസ്, നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ആന്റിബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് എള്ള് വന്നിട്ട്. അതുപോലെ നമ്മുടെ ഹെയർ നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും, നല്ലൊരു മീൻസ് പെട്ടെന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് എള്ള് വന്നിട്ട്. ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് നമ്മുടെ ശർക്കരയാണ്. ജാഗറിയില്ല, ശർക്കരയാണ്. അതും അടിപൊളി ഒരു ഐറ്റമാണ്. നമ്മുടെ സണ്ടാനൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ബെസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ശർക്കര വന്നിട്ട്. അതിനകത്ത് കൊളാജൻ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ, മീൻസ് ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് നമ്മുടെ സ്കിൻ നമുക്കൊരു ഇന്നർ ഗ്ലോ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫേസിൽ ഒരു ഗ്ലോ കിട്ടത്തില്ല, അതുപോലെ നമുക്കൊരു ഇന്നർ ഗ്ലോ കിട്ടാനും, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിൻ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസിൽ ആക്നെ പോലെയും ഒക്കെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഒരു ശർക്കര വന്നിട്ട്. അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ പറ്റി അതിന്റെ സ്കാർസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റമാണ് നമ്മുടെ ഒരു ശർക്കര വന്നിട്ട്. ആൻഡ് തേർഡ് വൺ വന്നിട്ട് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണിച്ചു തരാം. തേർഡ് വൺ വന്നിട്ട് നമ്മുടെ വീട്ടിലെല്ലാം വേഗം അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു തേർഡ് വൺ വന്നിട്ട്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ ഒരു ഐറ്റം എങ്ങനെ പ്രിപ്പയർ ചെയ്യാനും. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എള്ള് ഒരു മീൻസ് അത്രയൊന്നും പറയത്തില്ല, ഒരു 0.1% ആൾക്കാർക്കെങ്കിലും എള്ള് അലർജി ആയിട്ടുള്ളൊരു ഐറ്റമാണ്.
സോ അതുകൊണ്ട് നിങ്ങൾ അത് നോക്കിയിട്ട് വേണം കഴിക്കാൻ. അപ്പൊ നമ്മൾ എള്ള അലർജിയോ എന്ന് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലെന്നോ. സത്യത്തിൽ ഞാനും കേട്ടിട്ടില്ലായിരുന്നു. പിന്നീടാണ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു റിലേറ്റീവിന് ഇങ്ങനെ എള്ള് അലർജിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ ഞാനും ഇങ്ങനെ ഞെട്ടി, എല്ലാം എങ്ങനെ അലർജി ആവുന്നത്. അപ്പോഴാണ് നമ്മൾ കഴിക്കുന്ന പകുതി മുക്കാൽ ഐറ്റംസിന് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് നമുക്ക് അലർജി ആയിരിക്കും. അതുപോലെ എല്ലാ അലർജി ആയിട്ടുള്ള ആൾക്കാരും കാണും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തേന് ഇത് കഴിക്കണ്ട. അതുപോലെ ശർക്കര അലർജി ആയിട്ടുള്ള ആൾക്കാർ കാണും. പിന്നെ നമ്മൾ തേർഡ് ഐറ്റം എടുക്കുന്നുണ്ടല്ലോ, അത് അലർജി ആയിട്ടുള്ള ആൾക്കാർ കാണും. അപ്പൊ നിങ്ങൾക്ക് അലർജി ആണോ എന്ന് നോക്കിയതിനു ശേഷം മാത്രമേ ഇത് കഴിച്ചാൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല അലർജി ആയിട്ടുള്ള ആൾക്കാരെ കഴിക്കാൻ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ബായ് അല്ലല്ലോ, നമുക്ക് വേഗം പ്രിപ്പയർ ചെയ്യാൻ പോവാം. അതിന് വേണ്ടിയിട്ട് ഇതേ കണക്കൊരു ഉരുളി എടുക്കുക. ഉരുളിക്കകത്തുള്ള വെള്ളം നനവ് കംപ്ലീറ്റ് മായ്ക്കണം. എന്നാലേ മാത്രമേ നമുക്കിത് റെഡിയാക്കുമ്പോൾ നല്ലോണം കിട്ടത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കനച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് എള്ളാണ്. ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 4 പാക്കറ്റ് എള്ളാണ് എടുക്കുന്നത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അങ്ങാടി കടയിലൊക്കെ തന്നെ വാങ്ങാൻ കിട്ടും. ഇങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിലോ കണക്കിന് തൂക്കിയും വാങ്ങിക്കാം. അപ്പോൾ ഇങ്ങനെ 4 പാക്കറ്റ് എള്ളെടുത്തതിന് ശേഷം ഇത് പൊട്ടിച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തോർത്തിയെടുക്കണം. മീൻസ് കഴുകി ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തതിന് ശേഷം വേണം നമ്മളിത് റെഡിയാക്കാൻ. ഇതിനകത്തുള്ള നനവ് കംപ്ലീറ്റ് മാറ്റിയിട്ട് വേണം കേട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് പൊട്ടിച്ച് കഴുകി ഒരു ഫുൾ ഡേ വെയിലത്ത് വെക്കാം. അതല്ലെങ്കിൽ ഒരു വെള്ള തുണിക്കകത്തിട്ടിട്ട് അതിൻ്റെ നനവ് ഇങ്ങനെ തോത്തി മീൻസ് ഒന്ന് അമക്കി കൊടുക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള നനവും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ഞാൻ ഏകദേശം ഇത്ര ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എല്ലാം എടുത്തേക്കുന്നത്. ഇത് എനിക്കും ചേച്ചിക്കും കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഇത്ര എടുക്കണമെന്ന് തന്നെ നിർബന്ധമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളം നനവൊക്കെ മാറ്റി നമ്മുടെ ഉരുളി ലോ ഫ്ലെയിമിൽ വെച്ച് കത്തിച്ച് വെക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് എള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചേ ആക്കാവോ, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ. പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യല്ല. ഇത് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും. കുറച്ച് കഴിയുമ്പോഴേക്ക് എള്ളിങ്ങനെ പൊട്ടുന്നൊരു സൗണ്ടും കേൾക്കാം. അതുപോലെ നമ്മൾ ഈ എള്ളൊക്കെ വെച്ചിട്ട് നമ്മൾ നീരാഞ്ജനം, നമ്മൾ ഈ വിളക്കൊക്കെ കത്തിക്കത്തില്ലേ, അപ്പം നമുക്കൊരു സ്മെല്ല് കിട്ടത്തില്ല. നല്ലോണം ഒരു എള്ള് വറക്കുന്നതിൻ്റെ ഒരു സ്മെല്ല് കിട്ടത്തില്ലേ, അതുപോലെ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിൽ, ഒരു സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് നല്ലോണം അതിട്ട് കൊടുക്കാം. നല്ലപോലെ ആറി കിട്ടണം. അപ്പോഴത്തേക്കും നമുക്കിനി അടുത്ത് റെഡിയാക്കേണ്ടത് ശർക്കര പാനീയമാണ്. അതിന് വേണ്ടി നിങ്ങൾക്ക് ശർക്കര ചീവി ഇടാം. എനിക്ക് നല്ല മടി ആയതുകൊണ്ട് ഞാനിങ്ങനെ കുഞ്ഞു പീസസ് ആക്കിയാണ് ഇട്ടേക്കുന്നത്. കുഞ്ഞു പീസല്ല, കുറച്ച് വലിയ പീസായിട്ടാണ് ഇട്ടേക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നല്ല കട്ടിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ശർക്കരയ്ക്കകത്ത്. അതല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്ന രീതിയിൽ അതുപോലെ നിങ്ങൾക്ക് വേണ്ടുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം നല്ല പായസം രീതിയിലാണ് വേണ്ടുന്നെങ്കിൽ കുറച്ചധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും പായസം രീതിയിലൊന്നും ആരും അങ്ങനെ റെഡിയാക്കി വെക്കത്തില്ലല്ലോ, കുറച്ച് കട്ടിക്കല റെഡിയാക്കി വെക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ആ ശർക്കര ഒന്ന് നല്ലോണം ഒന്ന് കുറുകി കിട്ടുന്ന രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്ക് നല്ല മടിയാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. മീൻസ് കഴിക്കുക നമുക്ക് അത്ര റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇത് റെഡിയാക്കി വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശർക്കര ഞാൻ ഇങ്ങനെ കട്ടിക്കിടുന്നത്. നിങ്ങൾക്കതല്ല ചീവി ഇടാൻ പറ്റുമെങ്കിൽ ചീവി ഇട്ടോ, അതാണ് ഒന്നും കൂടി നല്ലതെന്ന് ഞാൻ പറയുന്നത്. അതല്ല ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇട്ടോ കേട്ടോ. എന്നിട്ട് നമുക്കിത് തിളച്ച് വരുമ്പോൾ, ഈ ശർക്കര വെന്ത് വരുമ്പോൾ, മീൻസ് അത് കുറുകി വരുമ്പോൾ കുഞ്ഞു പതകൾ പോലെ ഇതുപോലെ പത പോലെ വരും. അപ്പോൾ ഈ പത നമുക്ക് കംപ്ലീറ്റ് ഇങ്ങനെ എടുത്ത് ഒരു വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ട് കളയാം. അത് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മുടെ ശർക്കര പാനീയം ഒന്ന് കുറുകി കിട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു വറുത്ത് വെച്ച എള്ളില്ല അതിട്ട് കൊടുത്ത് നല്ലോണം വേവിച്ചെടുക്കാം. ഇനി ആ എള്ള് ആ ശർക്കര പാനീയത്തിൽ കിടന്നിട്ട് വേണം വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെന്ത് വരുന്ന എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ പൊട്ടും, കുറച്ചിങ്ങനെ എള്ളിങ്ങനെ പൊട്ടും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നിന്നിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല കെയർഫുള്ളായിട്ട് നിന്നിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഞാൻ റെഡിയാക്കിയേക്കുന്നത്. ഇത് കുറച്ച് എനിക്ക് മാറ്റി വെക്കും. എന്നിട്ട് ചേച്ചിക്ക് വേണ്ടുന്ന ഒരു മൂന്നാമത്തെ ഐറ്റം ഞാൻ പറഞ്ഞില്ല, അതും ആഡ് ചെയ്യും. അതെനിക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്ത് കഴിക്കാത്തത്. പക്ഷേ അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നോർമലി മിക്കവാറും ഞാൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ചേച്ചി ഒറ്റയ്ക്കോ അങ്ങനെയാണ് റെഡിയാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ചേച്ചി പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ആൾ കഴിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ രുചി വന്ന് നോക്കിയപ്പോൾ എനിക്ക് നല്ല രുചിയും കിട്ടുന്നുണ്ട്, നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യുന്നത് ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലോണം കുറുകി ഇത് കുറച്ചൊന്ന് കട്ടിക്ക് ഇങ്ങനെ കിട്ടും. അപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടുന്നത് ഒരു പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ചേച്ചി ആഡ് ചെയ്യാൻ പോവാണ്. അത് വന്നിട്ട് നെയ്യാണ്. കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത്. പക്ഷേ എനിക്ക് നെയ്യ് പണ്ട് മുതലേ എനിക്ക് ഒട്ടും പറ്റാത്തൊരു ഐറ്റമാണ്. ഞാൻ പെട്ടെന്ന് വോമിറ്റ് ചെയ്യും നെയ്യ് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ആ
ആ ചൂടോടുകൂടി ആളിത് ടേസ്റ്റ് ചെയ്യണം. നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം തന്നെ പറയുന്നത് നിങ്ങൾക്ക് കാണാം. ആക്രാന്തത്തിലെടുത്ത് കഴിച്ച് ചെറുതായിട്ട് വായും കൂടെ പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ് നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3-4 ദിവസത്തേക്ക് നിങ്ങൾക്കിത് റെഡിയാക്കി വെക്കാം. ഇതിൻ്റെ കുറച്ച് കട്ടിക്കാക്കി വെക്കുവാണെങ്കിൽ നമുക്കൊരു എള്ളുണ്ട പോലെ കുറച്ച് കട്ടിക്ക് നമുക്കിത് ഉരുട്ടി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ ഇന്നലെ രാത്രിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തത്, ഇന്ന് രാവിലെയാണ് എന്റെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നല്ലോണം ഒന്ന് ആറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മള് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു അരി ഇഷ്ടമേ അല്ലായിരുന്നു. ഞാൻ രുചിച്ച് നോക്കിയിട്ടുമില്ല, പക്ഷെ എന്നാൽ പോലെ എനിക്കത് കഴിക്കാൻ ഒരു മടിയായിരുന്നു. പക്ഷെ കഴിച്ചതിന് ശേഷമാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഓരോ സ്പൂൺ വെച്ച് വാരി കഴിക്കുന്നത്. വെച്ചാൽ എപ്പോഴും കഴിക്കാൻ നിൽക്കില്ല, ഡെയിലി ഒരു 1-2 ടേബിൾ സ്പൂൺ വീതം മാത്രം കഴിച്ചാൽ മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നല്ലോണം ചവച്ച് നമുക്ക് ഇറക്കാം. രാവിലെ കഴിക്കാം, ഉച്ചയ്ക്ക് കഴിക്കാം, വൈകിട്ട് കഴിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ടൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഫുഡ് കഴിച്ചൂടാ, ഈ ഫുഡ് കഴിച്ചൂടാ, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എള്ളുകൊണ്ട് കഴിക്കുമ്പോൾ നമ്മളെല്ലാം കഴിക്കത്തില്ല, അതേപോലെ ഉള്ളു ഇത് വന്നിട്ട്. അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. ഈ ഒരു അടിപൊളി ഐറ്റം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ബൈ.